രാസലഹരി പരിശോധനയ്ക്കിടെ പിടിയിലായ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജേറിന്റെ കേസ് ഇന്ന് പരിഗണിക്കും. കുന്നമംഗലം സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക. വിവരങ്ങളുമായി അഭിന പി. ചിറക്കലുണ്ട്. അഭിന, വിവരങ്ങൾ. വൃന്ദ, ഇന്ന് 11 മണിയോട് കൂടിയായിരിക്കും ബുജേറിന്റെ കേസ് കുന്നമംഗലം സെഷൻസ് കോടതി പരിഗണിക്കുക. നേരത്തെ 2 തവണ ഈ കേസ് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ചെയ്ത കുറ്റകൃത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാസലഹരി പരിശോധനയ്ക്കിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CPO ഉദ്യോഗസ്ഥനായ അജീഷിനെ മർദ്ദിച്ചു എന്നുള്ള കേസിലാണ് പ്രധാനമായും കേസ് എടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബുജേറിനെ ഈ കേസ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ദിവസത്തേക്കാണ് നിലവിൽ ബുജേറിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ഈ കേസുമായി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ റിയാസ് രാസലഹരി ഇടപാടുകൾ കൂടുതലായി നടത്തുന്നുണ്ടെന്നും ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് സന്ദേശം നേരത്തെയും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബുജേറിന്റെ ഫോണിലെ മറ്റ് സന്ദേശങ്ങൾ, അതായത് മറ്റ് ഇടനിലക്കാരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ടായിരുന്നു. പക്ഷെ ഇക്കാര്യങ്ങളോടൊന്നും തന്നെ ബുജേർ നിലവിൽ സഹകരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ കസ്റ്റഡി കാലാവധി നീട്ടാനുള്ള ഒരു സാഹചര്യം കൂടി ഈ ഒരു നിലയ്ക്ക് കാണുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം പി.കെ. ഫിറോസ് അടക്കമുള്ള ആളുകൾ ബുജേറിനെ തള്ളുന്ന ഒരു ഘട്ടം തന്നെയാണ് ഉണ്ടായിരുന്നത്. കേസുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ബുജേറിനെ ഈ ഒരു കേസിൽ നിന്ന് ഒഴിയെടുക്കാൻ തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമവും നടക്കില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പി.കെ. ഫിറോസ് അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു സംരക്ഷണവും ബുജേറിന് നൽകില്ല എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഏതായാലും ഇന്ന് 11 മണിയോടുകൂടി തന്നെ കേസ് പരിഗണിക്കും.